മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വേടനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് വേടൻ പറയുന്നത്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വനം വകുപ്പ്. എന്തൊക്കെയാണ് വകുപ്പുകൾ, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സഹിൻ, അതിൽ തന്നെ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പനേരം മുൻപ് കോടനാട് റേഞ്ച് ഓഫീസർ പറഞ്ഞത്, അതീഷ് രവീന്ദ്രൻ പറഞ്ഞത്, ഈ പുലിപ്പല്ലെ സംബന്ധിച്ച ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ ചില മാധ്യമങ്ങളിലൂടെ രഞ്ജിത്ത് കുമ്പിടി എന്നുള്ള ഒരു പേര് പുറത്തു വന്നിരുന്നു. എന്നാൽ വേടൻ പറയുന്നത് തനിക്ക് രഞ്ജിത്ത് കുമ്പിടി എന്നുള്ള ഒരാളെ അറിയില്ല എന്നുള്ളതായിരുന്നു. അതായത് ഏതാനും ചില മാധ്യമങ്ങൾ രഞ്ജിത്ത് കുമ്പിടി എന്ന ആളാണ് ഈ വേടന് പുലിപ്പല്ല് നൽകിയത് എന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇത് അത്തരത്തിൽ രഞ്ജിത്ത് കുമ്പിടിയെ തനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു വേടൻ പറയുന്നത്. മാത്രമല്ല, ഏറ്റവും പുതിയ വാർത്തയ്ക്ക് ഈ വേടന്റെ അറസ്റ്റ് ഫോറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ 10ഓളം വകുപ്പുകൾ, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ 10ഓളം വകുപ്പുകൾ വേടനെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ 10ഓളം വകുപ്പുകളിൽ തന്നെ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പുലിപ്പല്ല് എവിടെ നിന്ന് വേടന് ലഭിച്ചു എന്നത് സംബന്ധിച്ച് ഓരോരുത്തരുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഈ പുലിപ്പല്ല് തങ്ങൾക്ക് ലഭിച്ചത് ഒരു ആരാധകൻ നൽകിയതാണ്. ആ ആരാധകനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയാൻ ശ്രമിക്കുന്നതും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ആരാധകൻ പുലിപ്പല്ല് നൽകുകയായിരുന്നു. പിന്നീട് അത് തൃശ്ശൂരിലെത്തിച്ച് സ്വർണം കെട്ടിച്ചു എന്നുള്ളതാണ് വേടന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇന്നലെ തൃപ്പൂണിത്തുറ ഹിൽപാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വേടനെ ിലെടുത്തത്. അല്പനേരം മുൻപാണ് വേടന്റെ അറസ്റ്റ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത്. മൃഗവേട്ട, വനസംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം അടക്കമുള്ള വകുപ്പുകൾ വേടനെതിരെ ചുമത്തി കഴിഞ്ഞിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തി കഴിഞ്ഞിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി ഉച്ചയോടുകൂടി തന്നെ വേടനെ പെരുമ്പാവൂർ കോടതിയിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ F1 പേപ്പറുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ FIR-ന് പകരം ഫോറസ്റ്റ് F1 ആണ് മേസർ റിപ്പോർട്ടിനോടൊപ്പം തന്നെ F1 പേപ്പറായിരിക്കും നൽകുക. അതുകൊണ്ട് തന്നെ F1 പേപ്പറുകൾ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മേസർ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ വേടന്റെ അഭിഭാഷകനും ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വേടനോട് വിശദമായി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പുലിപ്പല്ല് വേടന് ലഭിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് വേടനോട് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്റെ ആരാധകൻ നൽകിയ പുലിപ്പല്ലാണ്. അത് തൃശ്ശൂരെത്തിച്ച് സ്വർണം കെട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി. ആ മൊഴിയിൽ തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അതിന് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് തായ്ലാന്റിൽ നിന്ന് ലഭിച്ച പുലിപ്പല്ലാണ്, അവിടെ നിന്ന് വാങ്ങിയ പുലിപ്പല്ലാണ് ഇതെന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ മൊഴി മാറ്റുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ആരാധകൻ തനിക്ക് നൽകിയ ആ പുലിപ്പല്ലാണ് എന്നുള്ളൊരു മൊഴി അദ്ദേഹം നൽകുന്നത്. പിന്നീട് ആ രീതിയിലേക്ക് അന്വേഷണം പുറത്തേക്ക് വന്നു. ഇതിനിടയിൽ തന്നെയാണ് ഈ വേടന് പുലിപ്പല്ല് നൽകിയത് ഒരു രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന വ്യക്തിയാണെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത് ഏതാനും ചില മാധ്യമങ്ങളിലൂടെ. എന്നാൽ രഞ്ജിത്ത് കുമ്പിടിയെ തനിക്ക് അറിയില്ല എന്നുള്ളതാണ് വേടൻ അല്പനേരം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. തനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നും വേടൻ പറയുകയുണ്ടായി. ഇന്നലെ അദ്ദേഹം വളരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ളതായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം അല്പനേരം മുൻപ് പറഞ്ഞത് തനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നുള്ളതായിരുന്നു. ആളുകൾക്ക് ഈ രഞ്ജിത്ത് കുമ്പിടിയെ ഇദ്ദേഹത്തിന് അറിയാമോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു മാധ്യമങ്ങൾ നടത്തിയത്. പക്ഷേ രഞ്ജിത്ത് കുമ്പിടിയെ തനിക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ വേടൻ മൊഴി നൽകിയിരിക്കുന്നതും അല്ലെങ്കിൽ അക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആരാധകൻ, അത് 2024 പാലക്കാട് വെച്ച് നടന്ന പരിപാടിക്കിടയിലാണ് ഈ പുലിപ്പല്ല് ലഭിച്ചത് എന്നുള്ളൊരു മൊഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. FIR-ന് പകരം F1 പേപ്പറുകൾ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു, മേസർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഈ മേസർ ആയിരിക്കും കോടതിയിൽ സമർപ്പിക്കുക. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഞാൻ ഈ ഒരു സംഘം ഇതെങ്ങനെയാണ് ഈ വേടന് ഈ പുലിപ്പല്ല് കിട്ടിയത് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ പുലിപ്പല്ല് ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ പരിശോധന ഹൈദരാബാദുള്ള ലാബിലായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ഈ പുലിപ്പല്ല് ഹൈദരാബാദിലേക്ക് അയക്കേണ്ടതുണ്ട്. കൂടാതെ വിശദമായി വേടനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി കസ്റ്റഡിയിൽ മറ്റും വാങ്ങുന്നതിനെ കുറിച്ചല്ല ഇപ്പോൾ ഫോറസ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം വിശദമായൊരു മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വേടന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ആ പുലിപ്പല്ല് തന്നെയാണ്, കൃത്യമായും അത് പുലിപ്പല്ല് തന്നെയാണ് എന്ന് എപ്പോഴാണ് സ്ഥിരീകരിക്കപ്പെട്ടത്? ഇതിൽ രാസപരിശോധനകളൊന്നും തന്നെ നടന്നിട്ടില്ല. DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ തഴക്കവും വഴക്കവും എല്ലാം വെച്ച് ഇത് പുലിപ്പല്ലാണെന്ന് ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ വേടനും ഇത് പുലിപ്പല്ലാണെന്ന് പറയുന്നു. തനിക്ക് തന്ന ആരാധകൻ പറഞ്ഞത് ഇത് പുലിപ്പല്ലാണ് എന്നുള്ള മൊഴി നൽകി. ആ രീതിയിലാണ് വേടൻ മൊഴി നൽകിയിട്ടുള്ളത്. അല്ലാതെ മറ്റ് പരിശോധനകളൊന്നും നടത്തി ഇതൊരു പുലിപ്പല്ലാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിശോധനകൾ നടത്തി ഇതൊരു പുലിപ്പല്ലാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും കാലയളവ് വേണ്ടിവരും. ഏറ്റവും കുറഞ്ഞ കാലയളവാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ കാലയളവ് 3 മാസമെങ്കിലും വേണ്ടിവരും. പക്ഷേ ഈ ഘട്ടം വരെയും അത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ വേടൻ നൽകിയിരിക്കുന്ന മൊഴി തന്നെയാണ് അവർ കണക്കിലെടുക്കുന്നത്. എന്തായാലും വേടൻ അല്പനേരത്തിന് മുൻപ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വേടന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ എല്ലാം തന്നെ വക്കീലിനൊക്കെ ഇതിൽ വന്നു. ഇന്നലെ എന്തായാലും പോലീസുകാരുടെ ഇതിൽ അത്രകൾ പറയാനുള്ളൂ. എല്ലാം വെളിയിൽ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ആരെങ്കിലും ദേഹത്തു നിന്ന് കഞ്ചാവ് പിടികൂടിയില്ല? ഇന്നലെ ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ആള് തന്നെയാണോ? നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 9 പേരുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു അപ്പോൾ ഫ്ലാറ്റിലെത്തിയത്? വീട്ടിൽ കയറുന്ന സമയത്ത് ഫ്ലാറ്റിലെത്തി. അല്ല, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വന്നതാണോ? ഞാൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു, കൊച്ചിയിൽ പ്രോഗ്രാം. ഈ പോലീസ് അപ്പോൾ എപ്പോഴേക്കായിരിക്കും അവിടെ? ഇന്നലെ ഉച്ചയോടുകൂടി. എനിക്ക് കറക്റ്റ് സമയം ഓർമ്മയില്ല. 11:30. നിങ്ങൾ ആരെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്നു? ഇല്ല. ആരും ലഹരി ഉപയോഗിച്ചിട്ടില്ല? ഇല്ല ഇല്ല. വേടന് ഉപയോഗിച്ചിട്ടില്ല? അത് എനിക്ക് പറയാൻ അറിയില്ല. അത് എന്തായാലും നിങ്ങൾ അറിയാം. നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല? അത് തന്നെയാണ് ഇന്നലെ വേടനോടൊപ്പം ഫ്ളാറ്റിലുണ്ടായിരുന്ന ആളുകൾ തന്നെയായിരുന്നു അവരെല്ലാവരും. അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഉച്ചയോടുകൂടി പോലീസ് അവിടെ എത്തി. കഴിഞ്ഞ ദിവസം രാത്രി അവിടെ അവരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അഭിഭാഷകനടക്കം അവർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അഭിഭാഷകൻ അല്പനേരത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അഭിഭാഷകനടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് അല്പനേരത്തിനുള്ളിൽ എത്തും. അപ്പം തന്നെ അത് ഇവർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫ്ളാറ്റിൽ മിനിഞ്ഞാവുന്ന രാത്രിയാണ് അവരെത്തിയത്. അതിനുശേഷം പോലീസ് അവിടേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് അവരുടെ മൊഴി. മൃഗവേട്ടയുടെ വകുപ്പുകൾ പ്രകാരം വലിയ ശിക്ഷ തന്നെ കിട്ടുവാനുള്ള സാധ്യതയില്ലേ ഈ മൃഗവേട്ട വകുപ്പ് ചുമത്തുമ്പോൾ സഹിൻ? തീർച്ചയായിട്ടും വലിയ വകുപ്പ് തന്നെയാണ് മൃഗവേട്ട എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജീവിയുടെ ഏതെങ്കിലും പല്ലോ കൊമ്പോ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ മൃഗവേട്ട കൂടി ഉൾപ്പെടുത്തും. അത് അതിന്റെ ഒരു രീതിയാണ്. മൃഗവേട്ട കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അതിന്റെ ഒരു രീതിയാണ്. ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. എന്തായാലും അത് തന്നെയാണ് ഇവിടെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. വേടന്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി F1 പേപ്പറുകൾ ഇവർക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ആ F1 പേപ്പറിലെ എത്ര കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. നിലവിൽ 10 വകുപ്പുകൾ, മൃഗവേട്ട അടക്കം 10 വകുപ്പുകൾ വേടനെതിരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.